ടെക് ഫോറസ്റ്റിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കുറച്ച് നാളുകളായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും തന്നെ നമ്മുടെ ഷോർട്സിൽ അത്യാവശ്യം നല്ലൊരു വ്യൂസ് വരുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. എനിക്കും ഈ പറഞ്ഞ പോലെ എൻ്റെ ഷോർട്സിലുമൊക്കെ നമ്മൾക്ക് സാധാരണ കിട്ടുന്ന ഒരു വ്യൂസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടിയൊക്കെ ഒരു കൂടുതൽ വ്യൂസ് ഈ അടുത്ത കാലങ്ങളിലായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ കഴിഞ്ഞ ഏപ്രിൽ 1 മുതൽ യൂട്യൂബിൻ്റെ പുതിയൊരു അപ്ഡേഷൻ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നെങ്കിലും കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാനൊന്നും അധികമായിട്ട് സാധിച്ചില്ല. എന്നിരുന്നാലും ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഒന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതായത് നമ്മൾക്ക് എല്ലാവർക്കും സാധാരണഗതിയിൽ ഷോർട്സിന് ഒരു 100 വ്യൂസ്, 150 വ്യൂസ്, 500 വ്യൂസ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് അതൊന്ന് സ്ട്രക്കായി നിൽക്കുന്ന രീതിയിലായിരുന്നു ഈ കുറച്ച് നമുക്ക് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ഏപ്രിൽ 1 ശേഷം നമ്മളുടെ ഷോർട്സിനൊക്കെ സാധാരണ നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു വ്യൂസിനേക്കാൾ കുറച്ചുകൂടി കൂടുതലൊരു വ്യൂസ് കിട്ടുന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ഏപ്രിൽ 1 മുതൽ യൂട്യൂബ് ഷോർട്സിൻ്റെ വ്യൂസുകൾക്ക് ഒക്കെ 2 രീതിയിലായിട്ട് തരംതിരിച്ചിരിക്കുന്ന ഒരു കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അതായത് എൻഗേജ്ഡ് വ്യൂസ് അല്ലെങ്കിൽ നോർമൽ വ്യൂസ് എന്ന് പറയുന്ന 2 കാറ്റഗറിയിലേക്ക് ഷോർട്സിൻ്റെ വ്യൂസിനെ യൂട്യൂബ് തരംതിരിച്ചിട്ടുണ്ട്. അതാണ് ഒരു പുതിയ അപ്ഡേഷനായിട്ട് ഈ ഏപ്രിൽ 1 മുതൽ ഷോർട്സിൻ്റെ കാര്യത്തിൽ യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത്. നോർമൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഈ ഏപ്രിൽ 1 മുമ്പ് വരെ ഷോർട്സിൻ്റെ വ്യൂസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടിരുന്നത് നോർമലി നമ്മളുടെ ചാനലിൽ കയറി കാണുകയോ അല്ലെങ്കിൽ ഹോം പേജിൽ വരുന്ന നമ്മളുടെ ഷോർട്സുകളൊക്കെ കാണുകയോ ചെയ്തിരുന്നെങ്കിൽ മാത്രമേ അതൊരു വ്യൂസായിട്ട് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടിരുന്നുള്ളൂ. എന്നാൽ ഈ ഏപ്രിൽ 1 മുതൽ ഷോർട്സിൻ്റെ വ്യൂസിനെ യൂട്യൂബ് 2 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് നോർമൽ വ്യൂസ് എന്നും ഒന്ന് എൻഗേജ്ഡ് വ്യൂസ് എന്നും. ഈ നോർമൽ വ്യൂസ് എന്താണെന്ന് വെച്ചാൽ ഏതൊരാളുടെയും ഹോം പേജിൽ വരുന്ന ഷോർട്സ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഒന്ന് പ്ലേ ആയിട്ടുണ്ടെങ്കിൽ അത് ഒരു വ്യൂസ് ആയിട്ടാണ് യൂട്യൂബ് പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇപ്പോൾ കാണുന്ന നമ്മളുടെ ഷോർട്സിൻ്റെയൊക്കെ വ്യൂസ് ഒരല്പം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നിങ്ങൾക്കിപ്പോൾ വ്യക്തമായി മനസ്സിലായി കാണും. അതായത് ഏതൊരു വ്യക്തിയുടെയും ഹോം പേജിൽ വരുന്ന ഷോർട്സുകളെ സ്ക്രോൾ ചെയ്യുന്ന സമയത്തൊന്ന് പ്ലേ ആയിട്ടുണ്ടെങ്കിൽ പോലും അതൊരു വ്യൂസായിട്ട് യൂട്യൂബ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെയാണ് നമ്മളുടെ നിലവിലുള്ള വ്യൂസ് കൂടുതലായിട്ട് കാണാനായിട്ടുള്ള ഒരു കാര്യം. ഇനി മറ്റൊരു രീതി എന്താണെന്ന് വെച്ചാൽ എൻഗേജ്ഡ് വ്യൂസ് എന്ന്. അതായത് എൻഗേജ്ഡ് വ്യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഷോർട്സ് കാണുന്ന വ്യക്തി ഒരു നിശ്ചിത ടൈം, അതായത് ഒരു 3 സെക്കൻഡ് എങ്കിലും പ്ലേ ചെയ്തെങ്കിൽ മാത്രമേ എൻഗേജ്ഡ് വ്യൂസ് എന്ന കാറ്റഗറിയിലേക്ക് പോവുകയുള്ളൂ. അതായത് ഈ ഏപ്രിലിന് മുന്നേ വരെ അങ്ങനെയുള്ള വ്യൂസുകൾ മാത്രമായിരുന്നു നമ്മുടെ ഷോർട്സിന് യൂട്യൂബ് പരിഗണിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നോർമൽ വ്യൂസ് എന്ന രീതിയിലും എൻഗേജ്ഡ് വ്യൂസ് എന്ന രീതിയിലും 2 തരത്തിൽ യൂട്യൂബ് പരിഗണിക്കുന്നുണ്ട്. ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ നേട്ടവുമുണ്ട്, എന്നാൽ നേട്ടമില്ലേ എന്ന് ചോദിച്ചാൽ നേട്ടവുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഏണിംഗ് സംബന്ധമായിട്ട് എടുക്കുകയാണെങ്കിൽ യൂട്യൂബ് നമ്മളുടെ ഈ ഷോർട്സിൻ്റെ വ്യൂസിനെ ഏണിംഗ് സംബന്ധമായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ ഈ എൻഗേജ്ഡ് വ്യൂസ് മാത്രമേ ഏണിങ്സ് കിട്ടത്തക്ക രീതിയിലുള്ള വ്യൂസായിട്ട് യൂട്യൂബ് പരിഗണിക്കുന്നുള്ളൂ. അതായത് ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എൻഗേജ്ഡ് വ്യൂസ് എന്നും നോർമൽ വ്യൂസ് എന്നും 2 തരത്തിലുള്ള വ്യൂസ് കാണാനായിട്ട് സാധിക്കും. അതിനകത്ത് ഏതൊരു നമ്മളുടെ സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തികളായാലും അവരുടെ ഹോം പേജിൽ കാണുന്ന നമ്മളുടെ ഷോർട്സിനെ ഒരു 2-3 സെക്കൻഡ് പ്ലേ ചെയ്തിട്ട് കടന്നു പോയെങ്കിൽ മാത്രമേ അതൊരു വ്യൂസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. അപ്പോൾ അതാണ് എൻഗേജ്ഡ് വ്യൂസ്. ഈ എൻഗേജ്ഡ് വ്യൂസ് മാത്രമേ യൂട്യൂബ് നമുക്ക് തരുന്ന ഏണിങ്സിൻ്റെ പട്ടികയിലേക്ക് പെടുത്തുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു 3 സെക്കൻഡെങ്കിലും നമ്മളുടെ ഷോർട്സ് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് അതിൽ നിന്നുള്ള സത്യം. ഇനി ഈ നോർമൽ വ്യൂസ് കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ഈ വ്യൂസ് ഇങ്ങനെ കൂടുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് നമുക്ക് പ്രയോജനമുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ എൻഗേജ്ഡ് വ്യൂസും നോർമൽ വ്യൂസും 2 തരംതിരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും നമ്മളുടെ ചാനലിലെ ഷോർട്സിൻ്റെ താഴെ കാണിക്കുന്ന വ്യൂസ് എപ്പോഴും നോർമൽ വ്യൂസ് ആയിരിക്കും. അപ്പോൾ ഇത് 2 തമ്മിൽ എപ്പോഴും വ്യത്യാസമായിരിക്കും. എൻഗേജ്ഡ് വ്യൂസിനെ അപേക്ഷിച്ച് നോർമൽ വ്യൂസ് എപ്പോഴും കുറച്ചുകൂടി കൂടുതലായിരിക്കും. ആ നോർമൽ വ്യൂസ് ആണ് നമ്മളുടെ യൂട്യൂബിൽ ആളുകൾ കാണപ്പെടുന്ന വ്യൂസ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ചാനൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഈ വ്യൂസ് കാണുന്ന ഏതെങ്കിലും ഒരു വ്യക്തി
അത്യാവശ്യം വ്യൂസ് ഉള്ള ഒരു ഷോർട്സ് ആണല്ലോ എന്ന് കരുതിയെങ്കിലും 2-3 സെക്കൻഡ് നമ്മളുടെ ആ ഷോർട്സിൽ എൻഗേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻഗേജ് ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ എൻഗേജ്ഡ് വ്യൂസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് മാറുകയും അതുവഴി നമുക്ക് ഏണിങ്സിലേക്ക് അത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ നോർമൽ വ്യൂസ് കൂടുതൽ നിൽക്കുന്നത് കൊണ്ട് അത് കാണുന്ന വ്യക്തികൾ അത്യാവശ്യം കൊള്ളാവുന്നതായിരിക്കും എന്ന് കണ്ടുകൊണ്ട് ആ വ്യൂസ് അല്ലെങ്കിൽ ആ ഷോർട്സ് കണ്ടാലും നമുക്കത് പ്രയോജനം ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ നോർമൽ വ്യൂസ് കൊണ്ട് പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രയോജനമുണ്ട് എന്ന് പറഞ്ഞത്. കാരണം ആളുകൾ ആ വലിയൊരു ഹ്യൂജ് വ്യൂസ് കണ്ടിട്ട് ആ ഷോർട്സ് എന്താണെന്നൊന്ന് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് പ്രയോജനമുള്ള എൻഗേജ്ഡ് വ്യൂസിലേക്ക് മാറുകയും നമുക്കത് ഏണിങ്സിലേക്ക് കിട്ടുകയും ചെയ്യും. ഈ ഒരു അപ്ഡേഷനാണ് ഏപ്രിൽ 1 മുതൽ നമുക്ക് യൂട്യൂബ് തന്നിരിക്കുന്നത്. എല്ലാവരും ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് അല്പം ലേറ്റായിപ്പോയി, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ ചെയ്യാനായിട്ട് ലേറ്റായിപ്പോയി. എങ്കിലും ഒരു അപ്ഡേഷൻ ആണല്ലോ എന്ന് കരുതി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്തതാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. എന്തു തന്നെയായാലും നമ്മുടെ ചാനലിൽ നല്ല നല്ല ഷോർട്സുകളെ ചെയ്യുക, ആളുകൾ കാണട്ടെ, കൂടുതൽ എൻഗേജ്ഡ് വ്യൂസ് കിട്ടാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ഞാൻ ഒന്നുകിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് തിരിച്ച് കമൻറ്റ് ചെയ്യുകയോ ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇതുപോലുള്ള പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.